കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺഗ്രുവൻറ്റ് ക്ലാസ്സസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ എൻ എന്താണ്. അപ്പോൾ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. എ സെറ്റ് ഓഫ് എൻ ഇൻറ്റീജേഴ്സ് 0, 1, 2, 3 എക്സെട്ര n-1 ഈസ് കോൾഡ് ദ സെറ്റ് ഓഫ് ലീസ്റ്റ് നോൺ നെഗറ്റീവ് റെസിഡ്യൂസ് മോഡുലോ എൻ. അതായത് ഒരു നമ്പറിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ആണ് 0, 1, 2, 3 എക്സെട്ര n-1 എന്ന് പറയുന്നത്. ആ നമ്പേഴ്സിനെയാണ് സെറ്റ് ഓഫ് ലീസ്റ്റ് നോൺ നെഗറ്റീവ് റെസിഡ്യൂ മോഡുലോ എൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒരു കംപ്ലീറ്റ് സെറ്റ് നോക്കാം. എ കളക്ഷൻ ഓഫ് n ഇൻറ്റീജേഴ്സ് a1, a2 എക്സെട്ര an is said to form a complete set of residues modulo n if every integer is congruent modulo n to one and only one of the ak. അതായത് ഇപ്പോൾ നമുക്കൊരു സെറ്റ് ഉണ്ട് a1, a2 എക്സെട്ര an എന്ന്. ഈ നമ്പേഴ്സിനെയെല്ലാം n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിമൈൻഡേഴ്സ് കിട്ടും. ആ റിമൈൻഡേഴ്സ് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. 0 മുതൽ n-1 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഒരൊറ്റ പ്രാവശ്യം അതിൽ വരണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ a1, a2 എക്സെട്ര an നമുക്ക് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ n എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ എ കേസും എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഓരോ 0, 1, 2, 3 എക്സെട്ര n-1 വരെയുള്ള ഓരോ നമ്പേഴ്സിനോടും എന്തായിരിക്കണം, കോൺഗ്രുവൻറ്റ് മോഡുലോ n ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് അതാണ് ഒന്നുകൂടി വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇഫ് a1, a2 എക്സെട്ര an is a complete set of residues, then a1, a2 എക്സെട്ര an are congruent modulo n to 0, 1, 2 എക്സെട്ര n-1 taken in some order. അപ്പോൾ അതായത് a1 തന്നെ 0-നോട് കോൺഗ്രുവൻ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ a1 എന്നുള്ളത് 2-നോടായിരിക്കും, a2 0-നോടായിരിക്കും. എന്തായാലും എല്ലാം ഒരു പ്രാവശ്യം വന്നിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ക്ലിയർ ആയിട്ട് 2, 4, 6, 8, 10 is a complete set of residue modulo 5. ഇത് ലാസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ 5 ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് നമ്പറിനെ ആയാലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം. ഓക്കെ, ഇതിൽ ഓരോന്നും ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് 2, 4, 6, 8, 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിലുള്ള എല്ലാ റിമൈൻഡേഴ്സും ഓരോ പ്രാവശ്യം വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കി നോക്കാം. 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 5 ആണ്. കാരണം 2വിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 തന്നെയാണ് റിമൈൻഡർ വരിക. 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 5. 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 5 ആണ്. അപ്പോൾ ഇതിൽ 2ഉം വന്നു കഴിഞ്ഞു, 2ഉം വന്നു കഴിഞ്ഞു, 4ഉം വന്നു കഴിഞ്ഞു. ഇനി 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 5. കാരണം 6 - 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. അപ്പോൾ 1 വന്നു കഴിഞ്ഞു. 8 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 5. കാരണം എന്താ, 8 - 3 ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. ദെൻ 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 5. എല്ലാം ഓരോ പ്രാവശ്യം വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇതിൽ എല്ലാ സെറ്റും ഇതൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ 5 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. -100, -12, -3, 9, 81 ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ 5 തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4. ഓക്കെ, 5 ആയതുകൊണ്ടാണ് ഇത് വന്നത് കേട്ടോ. ഇനിയിപ്പോൾ 4 ആണ് പറഞ്ഞു വെച്ചാൽ എന്തൊക്കെയാണ് റിമൈൻഡേഴ്സ് വരിക? 0, 1, 2, 3 അത്രയേ വരുള്ളൂ. അപ്പോൾ ഇവിടെ -100 എന്ന് പറഞ്ഞാൽ എന്തായാലും 5ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? -100 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 5. അതുപോലെ -12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 5. കാരണം എന്താ, -12 - 3 ഈക്വൽ ടു -15. അപ്പോൾ -15 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. -2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 5. അത് ഏതാണ് മൾട്ടിപ്പിൾ ഓഫ് 5 വരികയെന്ന് ആലോചിച്ചിട്ട് വേണം എഴുതണമെങ്കിൽ കേട്ടോ. അതുപോലെ 9 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 5. പോസിറ്റീവ് നമ്പേഴ്സ് ആകുമ്പോൾ അധികം തെറ്റില്ല. 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 5. അപ്പോൾ എല്ലാം ഓരോ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്, ഒരു കംപ്ലീറ്റ് സെറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു റിസൾട്ട് പറയാൻ പോവാണ്. എനി സെറ്റ് n integers form a complete set of residues modulo n if and only if no 2 of the integers are congruent modulo n. അതായത് ഇപ്പോൾ ഇതിൽ ഒരു കംപ്ലീറ്റ് സെറ്റിൽ ഒരു നമ്പർ വരും. ഇപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ നോക്കിയത് -100ഉം -12ഉം. ഈ -100ഉം -12ഉം കംപ്ലീറ്റ് സെറ്റ് റെസിഡ്യൂ മോഡുലോ 5ൽ വരണമെങ്കിൽ ഇതിന് രണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡേഴ്സ് വരാൻ പാടില്ല. കാരണം സെയിം റിമൈൻഡേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് റിപ്പീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു 1 and only 1 ഐസിനോട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺഗ്രുവൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരിക്കലും എന്താവാൻ പാടില്ല, ഈ രണ്ട് നമ്പറും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡേഴ്സ് വരാൻ പാടില്ല. അങ്ങനെ സെയിം റിമൈൻഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ സെറ്റ് ഒരിക്കലും എന്തിൽ വരില്ല, കംപ്ലീറ്റ് സെറ്റിൽ വരില്ല. ആ രണ്ട് നമ്പേഴ്സ് കംപ്ലീറ്റ് സെറ്റിൽ വരില്ല. അപ്പോൾ ഇവിടെ ഏത് നമ്പർ എടുത്ത് നോക്കിയാലും അത് എന്തെല്ലാം 5നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡേഴ്സ് വരുന്ന നമ്പേഴ്സ് അല്ല. ഇപ്പോൾ 9ഉം 81 എടുത്തു കണ്ടോ, രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് സെറ്റിൽ വന്നത്.
അപ്പോൾ അതാണ് ആ റിസൾട്ടിൽ പറയുന്നത് കേട്ടോ. എനി സെറ്റ് ഓഫ് എൻ ഇൻറ്റീജേഴ്സ് ഫോം എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോ ടു ഓഫ് ദ ഇൻറ്റീജേഴ്സ് ആർ കോൺഗ്രുവൻറ്റ് മോഡുലോ എൻ. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പോൾ -56ഉം -11 രണ്ടും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കും. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -56നെ നമുക്ക് എന്ത് എഴുതാം? -7 × 9 + 7 -11നെ -2 × 9 + 7 എഴുതാം. രണ്ടിനും 7 എന്ന റിമൈൻഡേഴ്സാണ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും ഈ -56ഉം -11നും 9 മോഡുലോ അല്ല കോൺഗ്രുവൻറ്റ് മോഡുലോ 9ൻ്റെ കംപ്ലീറ്റ് സെറ്റിൽ എന്ത് ചെയ്യില്ല, വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം നമുക്ക് ഇങ്ങനെ സെയിം റിമൈൻഡേഴ്സ് വരികയാണെങ്കിൽ -56 ഈസ് കോൺഗ്രുവൻറ്റ് ടു -11 mod 9 എന്ന് എഴുതാൻ പറ്റുന്ന നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ്, ഇങ്ങനെ കോൺഗ്രുവൻ്റ് വന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡേഴ്സ് വരിക എന്നാണ് അർത്ഥം. അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഒരിക്കലും എന്ത് വരില്ല, ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റിൽ വരില്ല എന്നാണ് പറയുന്നത്, ആ റിസൾട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് നമുക്കൊരു പ്രോബ്ലം നോക്കാം. Show that 41 divides 2⁻20 - 1. 2⁻20 - 1നെ 41 ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 2⁻20 ഒക്കെ കാണണം അല്ലേ. അപ്പോൾ 2⁻20 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. 2⁻20 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 20 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് അറിയാവുന്ന ഒരു നമ്പറിലേക്ക് നമ്മൾ ആദ്യം അതിനെ ഒരു റിലേഷൻ എഴുതി. എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ A ഈസ് കോൺഗ്രുവൻറ്റ് ടു B മോഡ് C ആണെങ്കിൽ നമുക്കറിയാം A⁻k ഈസ് കോൺഗ്രുവൻറ്റ് ടു B⁻k mod C എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ റിസൾട്ടുകളൊക്കെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ഇതിൽ എഴുതി വയ്ക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് 2 ഈ 41ൻ്റെ അടുത്തുള്ള 2ൻ്റെ പവർ നോക്കുക. 41ൻ്റെ അടുത്തുള്ള 2ൻ്റെ പവർ ഏതാ വരുന്നത്? 32 എന്നുള്ളത് 41ൻ്റെ അടുത്തുള്ള 2ൻ്റെ പവറാണ്. പിന്നെ വരുന്നത് 64 ആണ്. അപ്പോൾ 32 ആണ് 41നോട് കുറച്ചും കൂടി അടുത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 2⁵, അതാണ് 32 എന്ന് പറയുന്നത്. 2⁵ ഈസ് കോൺഗ്രുവൻറ്റ് ടു -9 mod 41 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 32 ഈസ് കോൺഗ്രുവൻറ്റ് ടു 32 mod 41 എന്ന് എഴുതരുത് കേട്ടോ. അപ്പം 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും എഴുതാമല്ലോ, അങ്ങനെയും എഴുതാം. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, 32 ഈസ് കോൺഗ്രുവൻറ്റ് ടു 32 mod 41 എന്ന് എഴുതാം. ഓക്കെ, ഇത് ശരിയാണ്. പക്ഷെ നമുക്ക് ആവശ്യം ഇവിടെ ഒരു ചെറിയ നമ്പർ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഒരു ചെറിയ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഴുതാം? 32 ഈസ് കോൺഗ്രുവൻറ്റ് ടു -9 എന്ന് എഴുതാം. കാരണം ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ വരിക? 32 + 9 ആവും. 32 + 9 എന്ന് പറഞ്ഞാൽ 41. അപ്പോൾ ആ ഒരു രീതിയിൽ ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാണ് എഴുതുന്നത്. അപ്പോൾ ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. പക്ഷേ ഇത് വലിയ നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെറിയ നമ്പർ വരുന്നത് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2⁵ ഈസ് കോൺഗ്രുവൻറ്റ് ടു -9 mod 41 എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യണം. A ഈസ് കോൺഗ്രുവൻറ്റ് ടു B mod C ആണെങ്കിൽ A⁻k ഈസ് കോൺഗ്രുവൻറ്റ് ടു B⁻k mod C എന്ന് പഠിച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 2⁵ ഹോൾ റേസ് ടു 4 കോൺഗ്രുവൻറ്റ് ടു -9 ഹോൾ റേസ് ടു 4 mod 41 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 2⁵ × 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. 2⁻20 ഈസ് കോൺഗ്രുവൻറ്റ് ടു -9⁻4 എന്ന് പറഞ്ഞാൽ എന്താ? -9⁻2 എന്ന് പറഞ്ഞാൽ 81 ആണ്. അപ്പോൾ 81 × 81 mod 41 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി 81ൻ്റെ ആൻസർ എന്താണെന്ന് നോക്കുക. ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ അറിയണത്? ഇതിൽ നിന്ന് നമുക്ക് എന്തറിയാം? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ 2⁻20നെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണോ അതേ സെയിം റിമൈൻഡർ തന്നെയായിരിക്കും 81 × 81നെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെയ്താലും മതി. അപ്പോൾ ആ പഠിച്ചിട്ടുള്ള എല്ലാ റിസൾട്ടുകളും നമുക്ക് മനസ്സിൽ ഓർമ്മ വരണം കേട്ടോ. 2⁻20നെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അത് തന്നെയായിരിക്കും 81 × 81നെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഴുതുമ്പോൾ എന്ത് വരും? 81. അപ്പോൾ ആദ്യം ഒരു 81 എടുത്ത് നോക്കി നോക്കാം. 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 41 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം 81 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +1 ആവും. അപ്പോൾ 82 എന്നുള്ളത് 41ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 41 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചെഴുതരുത് കേട്ടോ, 40 എന്നൊന്നും എഴുതരുത്. കാരണം 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു 40 mod 41 എഴുതി കഴിഞ്ഞാൽ 40 എന്നുള്ളൊരു വലിയ നമ്പറല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആ തിരിച്ചെഴുതിയിട്ടുള്ളത്. അടുത്ത മൾട്ടിപ്പിളിലേക്ക് നോക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 41 എന്ന് കിട്ടി.
അപ്പോൾ വേറൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് 81 ഇൻറ്റു 81 എഴുതി കഴിഞ്ഞാൽ അപ്പുറത്ത് -1 ഇൻറ്റു -1 അങ്ങനെയാണ് ആ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇത് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരിക? 81 ഇൻറ്റു 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 ഇൻറ്റു -1. അതാണ് 1 എന്ന് എഴുതിയേക്കണേ. 1 mod 41 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2⁻20നെ 41 കൊണ്ട് കിട്ടുന്ന റിമൈൻഡർ തന്നെയാണ് 81 ഇൻറ്റു 81 41 കൊണ്ട് കിട്ടുന്ന റിമൈൻഡർ. അത് എത്രയാണ്? 1 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? 2⁻20 -1 എന്ന് പറഞ്ഞാൽ 81 ഇൻറ്റു 81 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 41 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. 2⁻20നെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് 1 എന്ന് പറഞ്ഞത്. 2⁻20 ഈസ് കോൺഗ്രുവൻറ്റ് ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 mod 41 ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. 2⁻20നെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് 1. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 2⁻20 -1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 41 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ 81 ഇൻറ്റു 81 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് 1 എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെഴുതാം? 2⁻20 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 41 അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, 2⁻20 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 41. അപ്പോൾ 2⁻20 -1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 41. ദാറ്റ് മീൻസ് 41 ഡിവൈഡ്സ് 2⁻20 -1 എന്ന് എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് 19⁻19 cannot be expressed as the sum of cube of an integer and the fourth power of another integer. ഈ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോൺഗ്രുവൻറ്റിൻ്റെ പോർഷനിലെ ഓരോ ക്വസ്റ്റ്യനും ഡിഫറൻ്റ് ആണ്, ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 19⁻19 അപ്പോൾ ഒരു വലിയ നമ്പറാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 19 മാത്രം എടുത്തിട്ട് നോക്കി നോക്കാം. ഇതിൽ ഏത് നമ്പറിനോടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 19⁻19 cannot be expressed as the sum of the cube of an integer and the fourth power of an integer. അതാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ അങ്ങനെ പോസിബിൾ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 19 വെച്ച് അറിയാവുന്ന ഒരു റിസൾട്ട് നമ്മൾ എഴുതി നോക്കുകയാണ്. 19 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 mod 13. അപ്പോൾ ഈ 13 ഒക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19-ഉമായിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ എഴുതിയെന്നുള്ളൂ. ഓക്കെ, 19 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 mod 13 അങ്ങനെ ഒരു നമ്പർ നമ്മൾ എഴുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 19⁻19 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6⁻19 എന്ന് എഴുതിക്കൂടെ? 6⁻19 mod 13 എന്ന് എഴുതാൻ പറ്റും. ഇനി 6⁻19നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പുകളൊക്കെ എഴുതുന്നത്. നമുക്കറിയാം 19⁻19നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതേ റിമൈൻഡർ തന്നെയായിരിക്കും 6⁻19നും കിട്ടുക. അപ്പോൾ 6⁻19 കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 6ൻ്റെ വേറെ പവേഴ്സ് നോക്കുകയാണ്, എളുപ്പമുള്ള പവേഴ്സ്. 6² എന്ന് പറഞ്ഞാൽ എന്താണ്? 36 ആണ്. 36 ഈസ് കോൺഗ്രുവൻറ്റ് ടു -3 mod 13 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഒരു ചെറിയ നമ്പർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് എഴുതിയത് കേട്ടോ. 6² ഈസ് കോൺഗ്രുവൻറ്റ് ടു -3 mod 13. അപ്പോൾ 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്ന് എഴുതുകയാണെങ്കിലോ 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു അപ്പോൾ എന്താ എഴുതണ്ടേ? -7 എന്ന് എഴുതണം. ഓക്കെ, 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു -7 അത് എഴുതിയാലും മതി കേട്ടോ. 6² എന്ന് എഴുതണമെന്നില്ല, 6 എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഞാൻ 6² ഈസ് കോൺഗ്രുവൻറ്റ് ടു -3 mod 13 എന്ന് എഴുതി. ഇനി അതുപോലെ തന്നെ 6⁴ ആണെങ്കിൽ എന്താ വരിക? 6⁴ ആണെങ്കിൽ 6⁴ എന്ന് പറഞ്ഞാൽ അത് ഏതിനോടാണ് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ളത്? ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു -4 mod 13 കോൺഗ്രുവൻ്റ് ആണ് അല്ലേ. 6⁴ എന്നുള്ളത് -4 6⁻6 എന്ന് നോക്കിയാലോ 6⁻6 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 13. ഇതൊക്കെ എങ്ങനെയാണ് എഴുതുന്നത്? 6² എന്ന് പറഞ്ഞാൽ 6² whole² അതാണ് 6⁻4. അപ്പോൾ അപ്പുറത്ത് -3 whole². -3 എന്ന് പറഞ്ഞാൽ 9 ഈസ് കോൺഗ്രുവൻറ്റ് ടു -4 mod 13 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇത് എഴുതിയത്. -9 ഈസ് -9 അല്ല +9 9 ഈസ് കോൺഗ്രുവൻറ്റ് ടു -4 mod 13 ആണ്. ഇനി നമുക്ക് അടുത്ത പവർ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണത്? 6⁴ ഇതിനെ ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 6⁴നെ 6² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6⁴നെ 6² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെയും 6² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 36 × 4 എന്നാണ് വരുന്നത്. അത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് -1 എന്ന്. ഓക്കെ, അപ്പോൾ അതും കിട്ടി.
ഇതൊക്കെ എന്തിനാണ് എഴുതണമെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. 19 എന്ന് പറഞ്ഞാൽ അത് 6 കോൺഗ്രുവൻ്റ് ആണ്. 6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 6 ആണ്. കാരണം 18+1 ആണല്ലോ. ദറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 6 -1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ -1 എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു -6. -6 ഈസ് കോൺഗ്രുവൻ്റ് ടു 7 mod 13. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോൾ നമുക്ക് എളുപ്പത്തിൽ 19 ഈസ് കോൺഗ്രുവൻ്റ് ടു 7 mod 13 എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോമിലേക്ക് എഴുതി അതിൻ്റെ പവറിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ 19 എന്ന് പറഞ്ഞാൽ 7 mod 13 കോൺഗ്രുവൻ്റ് ആണെന്നാണ് ഇപ്പോൾ നമ്മൾ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ 19 ഒരു നമ്പറിൻ്റെ ക്യൂബും വേറൊരു നമ്പറിൻ്റെ 4th പവറുമായിട്ടുള്ള സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യണം. 19 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് x³ + y⁴. ഒരു നമ്പറിൻ്റെ ക്യൂബും വേറൊരു നമ്പറിൻ്റെ 4th പവറായിട്ട് എഴുതാൻ പറ്റും എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ എന്താ വരിക? സപ്പോസ് 19 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് x³ + y⁴. ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ mod 13 ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ x³ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ക്യൂബ്, ആ ക്യൂബിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന നമ്പേഴ്സ്, റിമൈൻഡേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ x³ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1³ 1 കൊടുക്കുകയാണെങ്കിൽ 1³ 1നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ 1 എന്നുള്ള നമ്പർ പോസിബിളാണ്. അപ്പോൾ 1 എന്നുള്ളൊരു നമ്പർ കണ്ടോ, 1 എന്നുള്ളൊരു നമ്പർ പോസിബിളാണ്. അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് എഴുതിയത്. ഇനി അടുത്തൊരു നമ്പർ 2 ആണെന്ന് നോക്കുക. 2³ എന്ന് പറഞ്ഞാൽ 8. 8നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാം റിമൈൻഡർ 8 വരിക. അപ്പോൾ 8 പോസിബിളാണ്. ഇനി 3³ 3ൻ്റെ ക്യൂബ് കാണുകയാണ്. അപ്പോൾ 27നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താ? എഗെയിൻ 1 തന്നെയാണ്. അപ്പോൾ ഈ 1 ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞതാണ്, വീണ്ടും അത് തന്നെയാണ് വരുന്നത്. അതുപോലെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. 4ൻ്റെ പവർ, 4ൻ്റെ ക്യൂബ് എടുക്കുക. ഓക്കെ, 1 to 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് എടുക്കുക. കാരണം അറ്റത്തെ നമ്പേഴ്സിനനുസരിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 9 വരെയുള്ള 5ൻ്റെ ക്യൂബ് എന്താ വരിക? 125 mod 13 എന്താ നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും നമ്പേഴ്സേ അതിൽ വരാനായിട്ട് പോസിബിലിറ്റി വരുന്നുള്ളൂ. 0, 1, 5, 8, 12 ഇത്രയും നമ്പേഴ്സിന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യൂബ് കാണുമ്പോൾ 13ൻ്റെ താഴെയുള്ള എല്ലാ നമ്പേഴ്സും ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 13ൻ്റെ താഴെയുള്ള നമ്പേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും പവേഴ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഇതിൻ്റെ ക്യൂബായിട്ട് എഴുതാനായിട്ട് പറ്റുന്നുള്ളൂ. അതേപോലെ ഒരു നമ്പറിൻ്റെ 4th പവറും ചെക്ക് ചെയ്യാം. 4th പവർ ചെക്ക് ചെയ്യുമ്പോൾ 0ൻ്റെ 4th പവർ, 1ൻ്റെ 4th പവർ, 2ൻ്റെ 4th പവർ, 3ൻ്റെ 4th പവറൊക്കെ എടുത്ത് നോക്കുമ്പോൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന റിമൈൻഡേഴ്സ് 0, 1, 3, 5, 3, 9 വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x³ + y⁴ ചെയ്യുമ്പോൾ ഏതൊക്കെ പോസിബിലിറ്റീസാണ് വരിക എന്ന് നോക്കണം. ഏതൊക്കെ പോസിബിലിറ്റീസാണ് വരിക? ആഡ് ചെയ്യുമ്പോൾ x³ y⁴ ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് സെറ്റിലെ ഏത് നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കിയാലും 7 mod 13 എന്നുള്ളൊരു പോസിബിലിറ്റി അതിൽ വരുമോ നോക്കുക. വരുന്നില്ല. കാരണം എന്താ? 0 + 0 നമുക്ക് ഏതൊക്കെയാണ് വരാവുന്ന പോസിബിലിറ്റി ഏത് വേണമെങ്കിൽ ചെക്ക് ചെയ്യട്ടെ. ഇതിലത്തെ ഒരു നമ്പറും എടുത്ത് ആഡ് ചെയ്യുമ്പോൾ 7 വരാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ഒരിക്കലും വരില്ല 7 എന്നുള്ളത്. 5 + 3 8 വരാം, 8 + 3 11 വരാം, അതുപോലെ 10 വരാം. പക്ഷേ 7 എന്നുള്ളൊരു നമ്പർ ഒരിക്കലും വരില്ല. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പ് എന്താ പ്രൂവ് ചെയ്ത് വെച്ചത്? ഈ 19 എന്ന് പറഞ്ഞാൽ 7 mod 13 ആണ്. ഇപ്പോൾ എന്താ കിട്ടിയത്? 19 ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവുന്നില്ല? 7 mod 13 ആവുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇതിന് ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അത് വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ഇങ്ങനൊരു പോസിബിലിറ്റി ഇല്ല, അതുകൊണ്ട് എഴുതാൻ പറ്റില്ല എന്നാണ് പ്രൂവ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ എഴുതുന്നതാണ്. ഷോ ദാറ്റ് നോ ഇൻറ്റീജർ ഓഫ് ദ ഫോം 8n + 1 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 3 സ്ക്വയേഴ്സ്. 8n + 1 ഫോമിൽ എഴുതുന്ന ഒരു നമ്പറും 3 നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യാം. ഒരു നമ്പർ ക്യാപിറ്റൽ N ഉണ്ട്, അതിനെ 8n+ ഫോമിൽ 8n + 7 എന്നുള്ള ഫോമിൽ എഴുതാനും പറ്റും. അത് 3 നമ്പേഴ്സിൻ്റെ സ്ക്വയറായിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റും എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്നിനെ എങ്ങനെയൊക്കെ എഴുതാം? 3 നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്താ? x² + y² + z² എന്ന് എഴുതാനും പറ്റും. അതേപോലെ തന്നെ എന്നിനെ 8n + 7 എന്ന് എഴുതാൻ പറ്റും. എന്നിനെ 8n + 7 എന്ന് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? n - 7 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ്. അതായത് n - 7 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? n ഈസ് കോൺഗ്രുവൻ്റ് ടു 7 mod 8 എന്നാണ് അതിൻ്റെ അർത്ഥം.
ഓക്കെ, അപ്പോൾ എന്നിന് നമ്മളിപ്പോൾ കൊടുത്ത വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 mod 8 എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എക്സ് സ്ക്വയറിനും വൈ സ്ക്വയറിനും സെഡ് സ്ക്വയറിനൊക്കെ പോസിബിലിറ്റി എന്താണെന്ന് നോക്കണം. അപ്പോൾ എക്സ് എന്നുള്ള ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന റിമൈൻഡേഴ്സ് ഏത് നമ്പറും ആയിക്കോട്ടെ, ഏത് നമ്പറിനെ ആയാലും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 2, 3 എക്സെട്ര 7 ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സിനെ നമ്മൾ പഠിച്ചു. എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു പി മോഡ് 8 ആണെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു പി സ്ക്വയർ മോഡ് 8 ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിക്ക് പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് 0, 1, 2, 3 എക്സെട്ര 7 ആണ്. പി സ്ക്വയറിന് പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? 0ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9. പക്ഷേ 9 എന്ന് പറഞ്ഞാൽ മോഡ് 8 എന്താവും? അത് 1 ആവും കേട്ടോ. 9 എന്ന് പറഞ്ഞാൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഗൈൻ അത് 1 ആവും. 4ൻ്റെ സ്ക്വയർ 16, 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0. അതുപോലെ 5ൻ്റെ സ്ക്വയർ 25, 25നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 36നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 49നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. അപ്പോൾ പോസിബിളായിട്ട് പി സ്ക്വയറിന് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 4. ഈ നമ്പേഴ്സ് മാത്രമാണ് എക്സ് സ്ക്വയറിനോട് കോൺഗ്രുവൻറ്റ് മോഡിലോ 8 ആയിട്ട് വരുള്ളൂ. അതേപോലെ തന്നെയാണ് വൈ സ്ക്വയറും സെഡ് സ്ക്വയറും വരിക. അപ്പോൾ എക്സ് സ്ക്വയറിനും വൈ സ്ക്വയറിനും സെഡ് സ്ക്വയറിനും പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 4. ഈ 3 പോസിബിലിറ്റിയിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിന് പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതി നോക്കുക. അങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? അങ്ങനെ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി എഴുതുമ്പോൾ 7 mod 8 എന്നുള്ള പോസിബിലിറ്റി കിട്ടുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ 3 നമ്പേഴ്സ് എങ്ങനെയൊക്കെ ആഡ് ചെയ്താലും നമുക്ക് 7 എന്നുള്ളൊരു പോസിബിലിറ്റി കിട്ടില്ല. കാരണം 0 + 0 + 0 അല്ലെങ്കിൽ 0, 1, 1, 0, 0, 1, 0, 0, 4 ഇങ്ങനെയുള്ള എല്ലാം കൂടി ആഡ് ചെയ്താലും ഒരിക്കലും അത് 7 mod 8 എന്നുള്ളൊരു പോസിബിലിറ്റി നമുക്ക് വരില്ല. അതിൻ്റെ അർത്ഥം എന്താ? 8n+ ആണ് എന്നുള്ള ഫോമിൽ എഴുതിയ ഒരു നമ്പറിനെ ഒരിക്കലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാനായിട്ട് സാധിക്കില്ല. അടുത്ത 2 തിയറംസ് ആണ്. ഇഫ് സി എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സി ബി mod n ആൻഡ് ജി സി ഡി ഓഫ് സി എൻ ഈക്വൽ ടു 1 ദെൻ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി mod n. അതായത് ഒരു സി എന്നുള്ള ഒരു നമ്പർ കൊണ്ട് ഒരു കോൺഗ്രുവൻസിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കണം. സി എ കോൺഗ്രുവൻറ്റ് ടു സി ബി mod n. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് സി എൻ, സിക്കും എന്നിനും കോമൺ ആയിട്ടുള്ള ഡിവൈസേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി mod n എഴുതാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള റിസൾട്ടാണ്. പെട്ടെന്ന് നമുക്ക് ഈ റിസൾട്ടുകളെല്ലാം ഓർത്തിരിക്കണം കേട്ടോ, പ്രോബ്ലം ചെയ്യാം. അപ്പോൾ സി എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സി ബി mod n ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സി എ മൈനസ് സി ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. അതിൻ്റെ അർത്ഥം എന്താ? എൻ എന്നുള്ളത് ഡിവൈഡ്സ് സി എ മൈനസ് സി ബി. ദാറ്റ് മീൻസ് എൻ ഡിവൈഡ്സ് സി ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എൻ ഡിവൈഡ്സ് സി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ മുമ്പ് ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ജി സി ഡി ഓഫ് സി എൻ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ, മുമ്പ് പഠിച്ച തിയറം ഇതാണ്. ഇപ്പോൾ എ ഡിവൈഡ്സ് ബി സി ആണെങ്കിൽ ജി സി ഡി ഓഫ് എ ബി 1, എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എ എന്നുള്ളത് ഏതിനെ ഡിവൈഡ് ചെയ്യും? സിനെ ഡിവൈഡ് ചെയ്യും എന്നൊരു തിയറം മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ജി സി ഡി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണിത്. എ ഡിവൈഡ്സ് ബി സി ആൻഡ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു ഇത്. അപ്പോൾ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ പിന്നെ എ എന്തിനെ ഉറപ്പായിട്ടും ഏതിനെ ഡിവൈഡ് ചെയ്യും? സിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ എൻ ഡിവൈഡ്സ് സി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് കിട്ടിയത്. എന്നിൻ്റെയും സിൻ്റെയും ജി സി ഡി 1 ആണ്. അപ്പോൾ പിന്നെ എൻ എന്നുള്ളത് എന്തായിരിക്കും? ഉറപ്പായിട്ടും എ മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യും. എൻ ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. ദറ്റ് ഈസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി mod n എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതിൻ്റെ തന്നെ ഒരു കൊറോളറി പോലത്തെ ഒരു തിയറം തന്നെയാണ്. സി എ ഈക്വൽ ടു സി ബി mod n ദെൻ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി mod n ബൈ ഡി വേർ ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് സി എൻ. നേരത്തെ ജി സി ഡി 1 ആയിരുന്നു, ഇവിടെ ജി സി ഡി ഡി ആണെങ്കിൽ അത് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി mod n ബൈ ഡി ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന റിസൾട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സി എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സി ബി mod n. അതിൻ്റെ അർത്ഥം എന്താ? സി എ മൈനസ് സി ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. അതിനെ ഞാൻ കെ എൻ എഴുതും കേട്ടോ. മൾട്ടിപ്പിൾ ഓഫ് എന്നിനെ കെ എൻ എഴുതാം. ഇത് സി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു കെ എൻ എന്ന് എഴുതാം. ഇനി ഗിവൺ ദാറ്റ് സി ഡിയും എന്നിൻ്റെയും ജി സി ഡി ഡി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജി സി ഡിയുടെ ചാപ്റ്ററിൽ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ദർ എക്സിസ്റ്റ് റിലേറ്റീവ്ലി പ്രൈം ഇൻഡിജേഴ്സ് ആർ ആൻഡ് എസ് സാറ്റിസ്ഫൈയിങ് സി ഈക്വൽ ടു ഡി ആർ ആൻഡ് എൻ ഈക്വൽ ടു ഡി എസ്. അതായത് രണ്ടിൻ്റെയും കോമൺ ഡിവൈസറാണ് ഡി എന്ന് പറയുന്നത്. സിക്കും ഡി എന്നുള്ളൊരു ഡിവൈസറുണ്ട്, എന്നിനും ഡി എന്നുള്ളൊരു ഡിവൈസറുണ്ട്. അപ്പോൾ സീനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഒരു മൾട്ടിപ്പിൾ ഓഫ് ഡി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഡി ഇൻറ്റു ആറിന് എഴുതണം. അതുപോലെ എന്നിനെ എങ്ങനെ എഴുതാം? ഡി ഇൻറ്റു എസ് എന്ന് എഴുതണം. അപ്പോൾ ഈ 2 വാല്യൂസും ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? ഡി ആർ ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു ഡി എസ്. രണ്ടിലും കോമൺ ആണ് ഡി. ഡി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടും? ആർ ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു എസ് എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു എസ്. അപ്പോൾ ഈ 2 വാല്യൂസും ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? ഡി ആർ ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു എസ്. രണ്ടിലും കോമൺ ആണ് ഡി. ഡി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടും? ആർ ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു എസ് എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ?
എസ്സിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എസ് ഡിവൈഡ്സ് ആർ ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. എസ് ഡിവൈഡ്സ് ആർ ഇൻറ്റു എ മൈനസ് ബി. ക്വസ്റ്റ്യനിലല്ല, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത് ആറിനും എസ്സിനും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല. റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സാണ് ആറും എസ്സും. അപ്പോൾ എസ്സിനും ആറിനെയും ജി സി ഡി 1 ആണെങ്കിൽ എസ് എന്തായാലും എ മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യും. എസ് ഡിവൈഡ്സ് എ മൈനസ് ബി. അതിൻ്റെ അർത്ഥം എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എസ്. എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എ ഈസ് കോൺഗ്രുവൻ ടു ബി മോഡ് എസ്. എ ഈസ് കോൺഗ്രുവൻ ടു ബി മോഡ് എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ എൻ ഈക്വൽ ടു ഡി ബൈ എസ് നടത്തുക. അപ്പോൾ എസ് എന്താ വരിക? എൻ ബൈ ഡി ആണ് വരിക. എസിൻ്റെ വാല്യൂ എൻ ബൈ ഡി ആണ്. ഓക്കെ, അവിടെയാണ് എസിൻ്റെ വാല്യൂ നമ്മളിവിടെ എൻ ബൈ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അതായത് മുന്നത്തെ തിയറത്തിൽ നമ്മൾ പഠിച്ചത് ഇതാണ്. സി എ ഇസ് കോൺഗ്രുവൻ ടു സി ബി മോഡ് എൻ ആണ്. ജി സി ഡി ഓഫ് സി എൻ ഡി ആണെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് ഈ കോൺഗ്രുവൻസിന് രണ്ട് സൈഡിലും സി വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ ഈസ് കോൺഗ്രുവൻ ടു ബി മോഡ് ആ ജി സി ഡി എൻ ബൈ ഡി എന്നാണ് ഇപ്പോൾ പഠിച്ച റിസൾട്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോൺഗ്രുവൻസ് എന്നുള്ള പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓരോ റിസൾട്ടുകളും വളരെ കൃത്യമായിട്ട് പഠിക്കണം. പ്രോബ്ലം നന്നായിട്ട് ചെയ്തു നോക്കണം.